നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന സോഷ്യൽ ആങ്സൈറ്റിയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യും എന്നൊക്കെ. ആദ്യം നമുക്ക് ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യൽ ആങ്സൈറ്റിയെക്കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞ സിംറ്റം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു ഭയമാണ് പ്രസന്റ് ചെയ്യുന്നത്. ഫിയർ ഉണ്ട് അവർക്ക്. ഈ ഫിയർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളെയോ അവർ ചെയ്യുന്ന കാര്യങ്ങളെയോ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യോ അല്ലെങ്കിൽ കളിയാക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയമാണ്, ഒരു നെഗറ്റീവ് തോട്ടാണ് ഈ കുട്ടികളിൽ മെയിനായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സാഹചര്യങ്ങളിൽ നിന്ന്, അതായത് എന്തെങ്കിലും ഒരു സോഷ്യൽ ഇവന്റോ ഒരു ഗ്യാതറിങ്ങോ ഉള്ള സ്ഥലങ്ങളിൽ മാക്സിമം അവർ വിഡ്രോ ചെയ്ത് അവർ മാറി നിൽക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സ്കൂളിലാണെങ്കിൽ വളരെ ചുരുക്കം ഫ്രണ്ട്സും പിയർ ഗ്രൂപ്പും മാത്രമേ ഈ കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിക്കാൻ അവർക്ക് വളരെയധികം പേടിയായിരിക്കും. ടു ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ആ കുട്ടികൾ സംസാരിക്കുകയില്ല ആരോടും. അതായത് അതിനെ നമ്മൾ സെലക്റ്റീവ് മ്യൂട്ടിസം എന്നൊക്കെയാണ് വിളിക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് അവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന്, ബട്ട് ദേ ആർ ചൂസിങ് നോട്ട് ടു സ്പീക്ക്. ഓൾസോ ഇങ്ങനെയുള്ള കുട്ടികൾ വളരെയധികം പാരൻസിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എപ്പോഴും അവർക്ക് പാരൻസ് കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ വേണ്ടിയിരിക്കും. ഈ ഫിയർ കാരണമുള്ള മനസ്സിലെ ഫ്രസ്ട്രേഷൻസും അവരുടെ ഇറിറ്റബിലിറ്റി എല്ലാം അവർ എക്സ്പ്രസ് ആക്കുന്നത് ഒരു ആങ്കർ അല്ലെങ്കിൽ ടാൻഡ്രംസ് വഴിയായിരിക്കും. അതായത് അവരുടെ വാശി കാണിക്കുക, നിലത്ത് കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കുക, അങ്ങനെയുള്ള രീതിയിലായിരിക്കും അവരുടെ ഇമോഷൻസ് ഒക്കെ ഔട്ട് ബേസ്റ്റ് ആയി പോകുന്നത്. ഇനി ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇവൻറ്റിൽ പോകുമ്പോഴോ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള കുട്ടികളിൽ ഉള്ളം കൈയും മുഖമൊക്കെ വല്ലാതെ വിയർക്കുകയും കൈയൊക്കെ ട്രെംബിൾ ചെയ്യുക, വിറയ്ക്കാൻ തുടങ്ങുന്ന രീതിയിൽ വരെയുള്ള പേടി അവർ പ്രകടിപ്പിക്കുന്നതാണ്. ചിലവരിൽ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടുന്നതായിട്ടും വളരെയധികം ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതായത് ഒരു ശ്വാസതടസ്സം പോലെ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പോലെയും ആ കുട്ടികൾ പ്രകടിപ്പിക്കാം. ചില കുട്ടികൾ ഈവൻ തലകറങ്ങി വീഴാം, ഒന്ന് ഫെയിൻറ്റ് ചെയ്ത് വീഴാനുള്ള ചാൻസ് വരെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലവേദന അല്ലെങ്കിൽ ഒരു വയറുവേദന അല്ലെങ്കിൽ മസിലൊക്കെ സ്റ്റിഫ്നെസ്, വളരെയധികം ക്ഷീണം, ഇങ്ങനെയൊക്കെ കുട്ടി ചിലപ്പോൾ വന്ന് പറയാൻ സാധ്യതയുണ്ട്. ഇനി പെർഫോമൻസ് ബേസ്ഡ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു സ്പോർട്ടീവ് ഇവൻറ്റോ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഫിസിക്കൽ സിംറ്റംസ് ഇവർക്ക് പ്രസന്റ് ആവാം. ചിലപ്പോൾ മൈൻഡ് ബ്ലാങ്ക് ഔട്ടായി പോകും. ഈ പേടി കാരണം പലപ്പോഴും ഈ കുട്ടികൾ എല്ലാവരിൽ നിന്നും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സിംറ്റംസ് എല്ലാം തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉള്ള സിംറ്റത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും വേരി ചെയ്യാം. ടു ഐഡൻറ്റിഫൈ സച്ച് ഇഷ്യൂസ്, പ്ലീസ് കോൺടാക്ട് മീ. താങ്ക് യു.